നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുവാണ്. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ പേരുണ്ടെന്നറിയാം. നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു വരുന്നവരുണ്ടെന്നറിയാം. പക്ഷേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം ഉള്ളത്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ പ്രോഗ്രാംസിൻ്റെയൊക്കെ സൗണ്ട് കാരണം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സൗണ്ട് നമ്മുടെ ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് നിർത്തി വെച്ചത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അസൗകര്യങ്ങളുള്ള സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് പറയാനും പറ്റിയെന്ന് വരത്തില്ല ഇന്നതായിരിക്കും കാര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ക്ലാസ്സിൽ നമ്മൾ വേഡിൻ്റെ ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും ബേസിക് ആയാലും കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്റിംഗ് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇതിന് മുന്നേയുള്ള ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇപ്പം ഏടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. അതിനകത്ത് MS വേഡിൻ്റെ ക്ലാസ് ഉണ്ട്. സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ക്ലാസ്സുകൾ കാണാം. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുത്ത് പോകുന്നത് ഇനിയുള്ള എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിൽ, ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾ മിസ്സാകാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ കണ്ട് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സുകൾ കണ്ടു പോവുകയൊക്കെ ചെയ്യാം. അപ്പം ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. നമ്മൾ വേർഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം വേർഡിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഴയ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് അതിൽ നിന്നും വേർഡിനകത്ത് നമ്മളിപ്പോൾ വേർഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേർഡിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ എക്സലും പവർ പോയിൻറ്റും കൂടുതലും നമുക്ക് വേർഡിൽ നിന്നുമാണ് ചോദിക്കുന്നത്. എക്സലും പവർ പോയിൻറ്റും ക്വസ്റ്റ്യൻ വരും. അപ്പം എക്സൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ സമയം കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. MS വേഡ്, ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ബേസിക്കിൽ പഠിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്? സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായി വരണം. അത് ലോഡായി വന്ന് വിൻഡോസ് ഒക്കെ ഓപ്പണായി വന്നാൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതെന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേഡ്, അല്ലെങ്കിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? MS വേഡ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡോസ് എന്താണ്? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡോസ് എന്ന് പറയുന്നത്. വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അതുപോലെ തന്നെ ലിനക്സും എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണെന്ന് പറയാം? MS വേഡ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് Ctrl+D ഇൻ MS വേഡ്? MS വേഡിൽ Ctrl+D പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡോക്യുമെൻ്റ് റൈറ്റിംഗ് ആണോ? ഡേറ്റ് ഫീൽഡ് ആണോ? ഡബിൾ അണ്ടർലൈൻ ആണോ? ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് Ctrl+D എന്ന് പറയുന്നത്? ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അതുപോലെ തന്നെ Ctrl+Shift+F പ്രസ് ചെയ്താലും ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയി വരുന്നത്. ഞാൻ ഇപ്പോൾ Ctrl+D നിങ്ങളെ പ്രസ് ചെയ്ത് കാണിക്കാം. ഞാൻ Ctrl+D പ്രസ് ചെയ്തപ്പോൾ ഇവിടെ വന്നത് ഒരു ഡയലോഗ് ബോക്സ് ആണ്. ആ ഡയലോഗ് ബോക്സ് ഏതിൻ്റെയാണ്? ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ്. ഇനി നമ്മൾ Ctrl+Shift+F എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താലും ഈ ഫോണ്ട് ഡയലോഗ് ബോക്സ് തന്നെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഇൻ ഡ്രോപ്പ് ക്യാപ്പ്? ഒരു ഡ്രോപ്പ് ക്യാപ്പിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്? ഡീഫോൾട്ടായിട്ട് എത്ര ലൈൻസ് ഉണ്ടാകും? 10 ആണോ, 1 ആണോ, 3 ആണോ, 4 ആണോ? ഡീഫോൾട്ടായിട്ട് എത്ര ലൈൻസാണ് വരുന്നത്? 3 ആണ്. നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം 10 ലൈൻസ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളം യു ക്യാൻ ഇൻസേർട്ട് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ്? ഒരു വേർഡ്
വേർഡ് ഡോക്യുമെൻറ്റിൽ മാക്സിമം എത്ര ടെക്സ്റ്റ് കോളം നമുക്ക് കൊടുക്കാൻ പറ്റും? 15 ആണോ, 25 ആണോ, 35 ആണോ, 45 ആണോ? എത്രയാണ്? 45 കോളംസ് ആണ് നമുക്ക് ഡോക്യുമെൻറ്റിൽ, വേർഡ് ഡോക്യുമെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. അടുത്തത് മാക്സിമം ഫോണ്ട് സൈസ് ക്യാൻ പ്രൊവൈഡ് ഇൻ MS വേഡ് 2007. വേഡ് 2007 പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണ്? 1368 ആണോ, 1638 ആണോ, 16038 ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? 1638 ആണ്. ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോൾ ഫോണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർമാറ്റ് എടുത്ത് നമ്മളിവിടെ ഫോണ്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ 1670 കൊടുത്തു. 1670 കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണിക്കും? ദ നമ്പർ മസ്റ്റ് ബി ബിറ്റ്വീൻ 1 ആൻഡ് 1638. അപ്പം മിനിമം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. മാക്സിമം എന്ന് പറയുന്നത് 1638 ആയിരിക്കണം. അപ്പം മാക്സിമം സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് 1638 ആണ്. അടുത്തത് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+= ആണോ, Ctrl+Shift= ആണോ, Alt+Shift= ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+= ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ Ctrl+Shift= ആയിരിക്കും വരുന്നത്. അടുത്തത് മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ MS വേഡ് ഡോക്യുമെൻറ്റ് ഈസ് ഡാഷ് ആൻഡ് ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, പലർക്കും തെറ്റുന്നത്. ഇവിടെ മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേഡ് ഡോക്യുമെൻറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം എത്രയാണ്? 2 and 5 ആണോ, 5 and 2 ആണോ, 2 and 1 ആണോ, 1 and 1 ആണോ? എത്രയാണ്? മിനിമം എന്ന് പറയുന്നത് 1ഉം മിനിമം റോ എന്ന് പറയുന്ന 1 ആണ്. മിനിമം കോളം എന്ന് പറയുന്നതും എന്താണ്? 1 ആണ്. ഇപ്പോൾ ടേബിളൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം എത്രയാണ്? ഒരു കോളം ഒരു റോ, അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസ് ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് MS വേഡ് 2007. വേഡ് 2007 കറക്റ്റ് ആയിട്ടല്ലാത്ത ലൈൻ സ്പേസിങ് ഓപ്ഷൻ ഏതാണ്? സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ, അറ്റ്ലീസ്റ്റ് ആണോ? ഏതാണ്? ലൈൻ സ്പേസിങ് ഓപ്ഷനിൽ വരാത്ത ഏതാണ്? ട്രിപ്പിൾ ആണ്. ഇവിടെ നമ്മൾ ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ലൈൻ സ്പേസിങ്ങിൽ എത്ര ലൈൻ സ്പേസ് നമുക്ക് ഏതൊക്കെ കൊടുക്കാം? ഡീഫോൾട്ടായിട്ട് 1.15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1.0, 1.15, 1.5, 2.0, 2.5, 3.0 വരെയുണ്ട്. അതുമല്ലെങ്കിൽ ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ എടുക്കുമ്പോൾ ഈ പാരഗ്രാഫ് ഡയലോഗ് ബോക്സിൽ ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? സിംഗിൾ ഉണ്ട്, 1.5 ലൈൻ ഉണ്ട്, ഡബിൾ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്, എക്സാക്ട്ലി ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. ഇങ്ങനെ അകത്തുള്ള നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പം ഏതൊക്കെയാണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻ? സിംഗിൾ, 1.5, ഡബിൾ, അറ്റ്ലീസ്റ്റ്, എക്സാക്ട്ലി, മൾട്ടിപ്പിൾ. അപ്പം നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, അറ്റ്ലീസ്റ്റ്. ഇതിൽ സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്. ഏതാണ് ഇല്ലാത്തത്? ട്രിപ്പിൾ ആണ് അതിൽ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിബൺ ഇൻ MS വേഡ് 2007 ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിബൺ ഏതാണ്? MS ഓഫീസ് ബട്ടൺ ആണോ, ഹോം ടാബ് ആണോ, ഇൻസേർട്ട് ആണോ, ഫോർമാറ്റ് ആണോ? ഏതാണ്? ഏത് റിബണിലാണ്? റിബണിൽ നമ്മൾ ഹോം ടാബിൽ നിന്നുമാണ് ഫോണ്ടും ഫോണ്ട് സൈസും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു സ്പെൽ ചെക്ക്. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ഏതാണ്? F5 ആണോ, F6 ആണോ, F7 ആണോ, Alt+F7 ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F7 ആണ്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളയാ. അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് മാർക്ക് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ വിച്ച് റിബൺ. ഏത് റിബണിലാണ് ബുക്ക് മാർക്ക് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്? ഹോമിലാണോ, ഇൻസേർട്ടിലാണോ, പേജ് ലേഔട്ടിലാണോ, വ്യൂവിലാണോ? ഏതിലാണ് വരുന്നത്? ബുക്ക് മാർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് റിബണിലാണ് വരുന്നത്? ഇൻസേർട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇൻസേർട്ട് ടാബിനകത്ത് ലിങ്ക്സിനകത്താണ് ഹൈപ്പർ ലിങ്ക്, ബുക്ക് മാർക്ക്, ക്രോസ് റെഫറൻസ്, ഇത് മൂന്നും വരുന്നത്. ഇത് മൂന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇൻസേർട്ടിൽ ലിങ്കിനകത്താണ് ഏത് വരുന്നത്? ബുക്ക് മാർക്ക്, ഹൈപ്പർ ലിങ്ക്, ക്രോസ് റെഫറൻസ് വരുന്നത്.
അടുത്ത ഹൗ ക്യാൻ വി ഡ്രോ എ ഷേപ്പ് ഇൻ MS Word 2007? എങ്ങനെയാണ് ഒരു ഷേപ്പ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്? ഇൻസേർട്ട് ടാബിലെ പിക്ചറിൽ ഷേപ്സിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ? ഇൻസേർട്ടിൽ സ്മാർട്ട് ആർട്ടിൽ ഷേപ്സിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ? ഇൻസേർട്ടിൽ ക്ലിപ്പ് ആർട്ടിൽ ഷേപ്സിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ? ഇൻസേർട്ട് ടാബിൽ ഷേപ്സിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഇല്ലുസ്ട്രേഷൻസിനകത്ത് പിക്ചർ, ക്ലിപ്പാർട്ട്, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ടും ഉണ്ട്. അപ്പം ഇൻസേർട്ട് ടാബിലെ ഷേപ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻസേർട്ടിൽ ഇല്ലുസ്ട്രേഷൻസിൽ ഷേപ്സിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അങ്ങനെ വേണമെങ്കിലും വരാം. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ഫോണ്ട് സൈസ് ക്യാൻ ബി ഗിവൺ ബൈ ടൈപ്പിംഗ് ഇൻ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓർ ടൂൾ ബാർ. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഫോണ്ട് സൈസ് അല്ല, മിനിമം ഫോണ്ട് സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം ഫോണ്ട് സൈസ് ക്യാൻ ബി ഗിവൺ ബൈ ടൈപ്പിംഗ് ഇൻ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ്. നമ്മൾ നേരത്തെ മാക്സിമം നമ്മൾ കണ്ടപ്പോൾ 1638 മാക്സിമം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ എടുത്ത് നോക്കിയപ്പോൾ കാണിച്ചത് എന്താണ്? നമ്പർ ബിറ്റ്വീൻ 1 ആൻഡ് 1638 എന്നായിരുന്നു, 1638 എന്നായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ മിനിമം എത്രയായിരിക്കും? മിനിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത, ഇഫ് വി ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ വേർഡ് ദ വേർഡ് വിൽ ചേഞ്ച് ഇൻ ഡാഷ് കളർ. നമ്മളൊരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വേർഡ് ഏത് കളറിലേക്കാണ് മാറുന്നത്? റെഡ് ആണോ, ഗ്രീൻ ആണോ, ബ്ലൂ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ബ്ലൂ കളറിലേക്കാണ് മാറുന്നത്. ഹൈപ്പർ ലിങ്ക് ബ്ലൂ കളറിലല്ലേ, ലിങ്ക് എല്ലാം ബ്ലൂ കളറിലല്ലേ വരുന്നത്. അടുത്തത്, ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് അറ്റ് ഇൻ ഡാഷ് ഇൻ MS Word. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ടാബ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.25 ഇഞ്ചാണോ, 0.5 ഇഞ്ചാണോ, 0.1 ഇഞ്ചാണോ, 0.75 ഇഞ്ചാണോ? ടാബ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് 0.5 ഇഞ്ചായിരിക്കും. അടുത്തത്, കീ ഓർ കീ കോമ്പിനേഷൻ വിൽ മൂവ് ദ ഇൻസേർഷൻ പോയിന്റ് ടു ദി ബോട്ടം ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ഏത്, അല്ലെങ്കിൽ കീ കോമ്പിനേഷൻ ഏത്? Ctrl+End ആണോ, പേജ് ഡൗൺ ആണോ, Ctrl+പേജ് ഡൗൺ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും ബോട്ടത്തിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് Ctrl+End കീ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ സ്റ്റെപ്പ് to send a Word document as an email from the Word document. നമുക്കൊരു ഇമെയിൽ വഴി ഒരു വേർഡ് ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്യണമെങ്കിലുള്ള സ്റ്റെപ്പ് എന്താണെന്നാണ്. ഹോമിൽ സെൻഡ് ഇമെയിൽ കൊടുക്കുവാണോ, ഹോം ടാബിൽ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇമെയിൽ കൊടുക്കുവാണോ, ഓഫീസ് ബട്ടണിൽ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇമെയിൽ കൊടുക്കുവാണോ, ഓഫീസ് ബട്ടണിൽ ഇമെയിലിൽ സെൻഡ് കൊടുക്കുവാണോ, ഹോമിൽ ഇമെയിലിൽ സെൻഡ് കൊടുക്കുവാണോ? ഏത് ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓഫീസ് ബട്ടൺ ഓപ്പൺ ചെയ്യും, അതിനകത്ത് സെൻഡ്, പബ്ലിഷ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ സെൻഡ് എടുത്ത് കഴിയുമ്പോൾ അതുവഴിയാണ് ഇമെയിൽ കൊടുക്കുന്നത്. അടുത്തത്, മാക്സിമം സൂം സൈസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ MS ഓഫീസ്. MS ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം സൂം സൈസ് എത്രയാണ്? 500, 750, 1000, നൺ ഓഫ് ദീസ്. ഏതാണ്? 500 ആണ് മാക്സിമം സൂം സൈസ് എന്ന് പറയുന്നത്. മിനിമം 1%, മാക്സിമം 500%. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്പെല്ലിംഗ് എറർ ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്. വേർഡ് ഡോക്യുമെൻറ്റിലെ സ്പെല്ലിംഗ് എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഓട്ടോ ഫോംസ് ആണോ, സ്മാർട്ട് ടെക്സ്റ്റ് ആണോ, ഓട്ടോ വേഡ് ആണോ, ഓട്ടോ കറക്റ്റ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്പെല്ലിംഗ് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? ഓട്ടോ കറക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു ഹെൽപ്പ് ടു ചേഞ്ച് മാർജിൻസ് ഓഫ് ദ വേർഡ് ഡോക്യുമെൻറ്റ്. നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റിലെ മാർജിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണോ, പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണോ, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണോ, ടാബ് ഡയലോഗ് ബോക്സ് ആണോ? എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് മാർജിൻസ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നുമാണ് മാർജിൻ സെലക്ട് ചെയ്യുന്നത്. അടുത്തത്, ഹൗ ക്യാൻ വി സെലക്ട് എ പാരഗ്രാഫ് ബൈ യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. എങ്ങനെയാണ് നമ്മളൊരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നത്? ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താണോ? പ്രസ് കൺട്രോൾ കീ ആൻഡ് ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണോ?
ട്രിപ്പിൾ ക്ലിക്ക് ദ ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദി മൗസ്, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണോ? പ്രസ് കൺട്രോൾ ആൻഡ് ട്രിപ്പിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ്, അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണോ? ഏതാണ്? പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ട്രിപ്പിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ്. ഈ പാരഗ്രാഫിൽ വെച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു വേർഡ് ആയിരിക്കും സെലക്ട് ആകുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് ദ ഫംഗ്ഷൻ കീ F12? F12 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ഡയലോഗ് ബോക്സ് ആണോ, ക്ലോസ് ഡയലോഗ് ബോക്സ് ആണോ, എക്സിറ്റ് ഡയലോഗ് ബോക്സ് ആണോ, സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണോ? എന്താണ് സംഭവിക്കുന്നത്? സേവ് ആസിൻ്റെ ഫംഗ്ഷൻ കീ, സേവ് ആസിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ആണ് ഇത് F12 എന്ന് പറയുന്നത്. അടുത്തത്, ഡാഷ് കീ വിൽ ബി പ്രസ്ഡ് ടു ഇറേസ് എ വേർഡ് ടു റൈറ്റ് ഓഫ് ദ ഇൻസേർഷൻ പോയിന്റ്. അതായത് നമ്മുടെ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു വേർഡ് എന്ത് ചെയ്യാം? ഇറേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്യണം? ഡിലീറ്റ് കീ ആണോ, കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആണോ, ആൾട്ട് പ്ലസ് ഡിലീറ്റ് ആണോ, ബാക്ക് സ്പേസ് കീ ആണോ? ഏതാണ് യൂസ് ചെയ്യേണ്ടുന്നത്? കൺട്രോൾ പ്ലസ് ഡിലീറ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, one of the following page size option cannot be selected from the drop down menu of size button in the page layout ribbon. അതായത് പേജ് ലേഔട്ടിലെ സൈസ് ബട്ടണിൽ നമുക്ക് എന്താ സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻ ഏതാണ്? അപ്പോൾ പേജ് ലേഔട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേജ് ലേഔട്ട് ടാബിൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ പേജ് സെറ്റപ്പിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? മാർജിൻ ഉണ്ട്, ഓറിയന്റേഷൻ, സൈസ്, കോളം, അതുപോലെ തന്നെ ബ്രേക്കിൽ തന്നെ പേജ് ബ്രേക്ക്, സെഷൻ ബ്രേക്കും വരുന്നുണ്ട്, ലൈൻ നമ്പർ, ഹൈഫനേഷൻ. ഇത്രയുമാണ് പേജ് സെറ്റപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ സൈസിനകത്ത് അവൈലബിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആണോ, ലീഗൽ ആണോ, ലെറ്റർ സ്മാൾ ആണോ, സ്റ്റാഫ് ലോയിഡ് ആണോ? ഏതാണ് അവൈലബിൾ അല്ലാത്തത്? സ്റ്റാഫ് ലോയിഡ് ആണ്. നമുക്ക് ഏതൊക്കെ അവൈലബിൾ ആണ്? സ്റ്റേറ്റ്മെൻറ്റ്, ലീഗൽ, ലെറ്റർ സ്മാൾ, A4, A3, A5 ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വേർഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്